വിശുദ്ധ തിരുവെഴുത്തുകളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 119 സങ്കീർത്തനം 21 വചനം. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ടവരെ, അഹങ്കാരികളെ നീ ഭത്സിക്കുന്നു എന്ന്. അഹങ്കാരികൾ ശപിക്കപ്പെട്ടവർ എന്ന് ഈ വചനം വെളിപ്പെടുത്തുന്നു. അഹങ്കാരം അഥവാ സ്വയം എന്ന ഭാവം എവിടെ നിന്നും വന്നു? തീർച്ചയായും സാത്താനിൽ നിന്ന് തന്നെ എന്ന് നമുക്കറിയാം. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകോപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. യെശയ്യാവ് 14:12 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ. ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതെ തന്റെ സിംഹാസനം പണിയുവാൻ സാത്താൻ ആഗ്രഹിച്ചു. അവന്റെ പതനമാണ് നാം വായിച്ചത്. ഈ പതനത്തെ പറ്റി യെഹെസ്കേലും പ്രതിപാദിക്കുന്നു. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബ് ആകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്കൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു. യെഹെസ്കേൽ 28:14 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഭൂമിയെ സാത്താൻ പാഴായും ശൂന്യമായും വച്ചു. ഈ ദുഷ്ടാരൂപികൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഭൂമിയിൽ മുഴുവനും ഊടാടി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ദൈവീക പദ്ധതികളെ തോൽപ്പിച്ചു കളവാൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് തക്കം പാർത്ത് നടക്കുന്നു. കാരണം കർത്താവിന്റെ രണ്ടാം വരവിൽ അവനെ പാതാളത്തിലേക്ക് ബന്ധിച്ച് ദൈവം തന്റെ വിശുദ്ധ ജനത്തെ കൈക്കൊള്ളും. ആ വിശുദ്ധ ജനത്തിന്റെ സംഖ്യ കുറയ്ക്കാനും അവരെ തന്നോടൊപ്പം ചേർക്കുവാനുമായി സാത്താൻ തന്ത്രങ്ങളെ മെനയുന്നു. അലറുന്ന സിംഹം പോലെ ഭൂമിയിൽ ഓടി നടക്കുന്നു. ഏത് സ്വയത്താലാണോ അവന് സ്വർഗസിംഹാസനം നഷ്ടപ്പെട്ടത്, ആ സ്വയത്തെ എല്ലാവരിലും കുത്തി നിറയ്ക്കുന്നു. ഈ സ്വയം എന്ന അഹങ്കാരം കുടുംബങ്ങളെ ഛിന്നഭിന്നമാക്കുന്നു. ഈ സ്വയം സഭയെ തകർക്കുന്നു. ഈ സ്വയം ഭിന്നതയും കലഹവും എല്ലാവരിലും ഉണ്ടാക്കുന്നു. അഹങ്കാരമുള്ളവർ തങ്ങളുടെ കഴിവുകളിൽ, വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, സ്ഥാനമാനങ്ങളിൽ, കുടുംബ പാരമ്പര്യങ്ങളിൽ ഊറ്റം കൊള്ളുന്നു. എന്നാൽ ഇവയൊക്കെ തിരിച്ചെടുക്കുവാൻ ദൈവത്തിന് ക്ഷണനേരം മതി എന്ന് അവർ അറിയുന്നില്ല. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായ ശൗൽ അഹങ്കാരം വന്ന് നിറഞ്ഞു. ശമൂവേൽ പ്രവാചകന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചു. അമാലേക്യരെയും അവരുടേതായ എല്ലാ യുദ്ധത്തിലും നശിപ്പിച്ചു കളയണമെന്ന ശമൂവേലിന്റെ ദൈവീയ അരുളപ്പാടിന് വിരുദ്ധമായി കൊഴുത്ത കാളകളെയും ആടുകളെയും ശൗൽ കൊണ്ടുവന്നു. ഫലമോ ദൈവീയ ശാപം. ശൗലിനെ സിംഹാസനത്തിൽ നിന്നും ദൈവം മറച്ചിട്ടു. അഹങ്കാരം വീഴ്ത്തിയ എത്രയെത്രയോ സംഭവങ്ങൾ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. അഹങ്കാരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീയ അഭിഷേകവും അനുഗ്രഹങ്ങളും ഇല്ലാതെയാക്കുന്നു. കുടുംബങ്ങളിൽ ശാപം കൊണ്ടുവരുന്നു. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി: ഔവണ്ണം ഇളയവരെ, മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ,
എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. 1 പത്രോസ് 5:5-6 വചനങ്ങൾ. അഹങ്കാരമുള്ളവരോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. ദൈവം എതിർത്ത് നിന്നാൽ നമ്മുടെ അവസ്ഥ എന്താകും? താഴ്മയുള്ളവരിലോ കൃപ ഒഴുകി വരുന്നു. താണനിലത്തെ നീരോടു എന്ന് നമുക്കറിയാമല്ലോ. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. സദൃശവാക്യങ്ങൾ 16:18. ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ട്, എത്ര നാൾ നാം ഉണ്ടാകും നാം അറിയുന്നില്ല. ബന്ധുബലം ഉണ്ട്, എത്ര നാൾ ഉണ്ടാകും എന്ന് നാം അറിയുമോ? കേവലം ഒരു ചെറിയ വൈറസിനെ പോലും നമുക്ക് പൂർണ്ണമായി കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ സ്വർഗത്തിലെ ആ അത്യന്ത ശക്തിയിൽ ആശ്രയിക്കുവാൻ ഹൃദയത്തെ താഴ്ത്തണം. നമുക്ക് അഹങ്കരിക്കുവാൻ ഒന്നുമില്ല. ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളോ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? 1 കൊരിന്ത്യർ 4:7. ക്രൂശിലേക്ക് നോക്കൂ. അവൻ സിംഹാസനം വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം താഴ്ന്നു. സകല ശാപങ്ങളെയും വഹിച്ചു. പാപത്തിന്റെയും അഹങ്കാരത്തിന്റെയും ശാപമായി ഭൂമിയിൽ മുളച്ചു വന്ന മുള്ളുകളെ തലയിൽ വഹിച്ചു. ചങ്കിലെ അവസാനത്തുള്ള രക്തം വരെ നമുക്കായി ഊറ്റിത്തന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. വെളിപ്പാട് 22:3. നമ്മുടെ അഹങ്കാരങ്ങളെ ക്രൂശിനോട് ചേർത്ത് വെച്ച് ആ തങ്കച്ചോരയാൽ നമുക്ക് കഴുകാം. ദൈവത്തിന്റെ ബലമുള്ള കരത്തിൽ കീഴെ നമുക്ക് താണിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.